കഴിഞ്ഞ വീഡിയോ സെഷൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ഒരു സെഷൻ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ആക്ച്വേറ്റേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയും അത് കണ്ടിന്യൂ ചെയ്യാം. കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് വൺ മൂവബിൾ പ്ലേറ്റ്. ഇതെന്ന് പറയുന്ന മൂവബിളാണ്. ആൻഡ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്പ്രിംഗ് എലമെൻറ്റ് വിത്ത് എ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K സഫിക്സ് M. ഇത്തരത്തിലുള്ള മെംസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൽ, പാരലൽ പ്ലേറ്റ് ആക്ച്വേറ്റേഴ്സിൽ സ്പ്രിംഗ് എലമെൻ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്പ്രിംഗ് ഇക്വലൻ്റ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. റീസ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പ്രിംഗ് എലമെൻറ്റ്സ് യൂസ് ചെയ്യുക. ഒരു പാരലൽ ബീം എടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റിഫ്നെസ് പാരാമീറ്റർ ഉണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഉണ്ട്, എലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ആ ഒരു ഫിഗറിലോട്ട് വരാം. അറ്റ് റെസ്റ്റ്, അതായത് അപ്ലൈഡ് വോൾട്ടേജ് 0 ആണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോഡ്സ് 0 ആണ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സും 0 ആണ്. ഇനി നിങ്ങളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഡെവലപ്ഡ്. എഫ് സഫിക്സ് ഇലക്ട്രിക് അല്ലെങ്കിൽ എഫ് സഫിക്സ് ഇ എന്ന് കൊടുക്കാം. ഇറ്റ് വിൽ ബി 1/2 ടൈംസ് എപ്സിലോൺ എ വി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ, അതായത് 1/2 സി വി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി. കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് എപ്സിലോൺ എ ഡിവൈഡ് ബൈ ഡി ആണ്. ഇനി ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ടൊരു മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്കറിയാം -Km ടൈംസ് എക്സ് ആണ്. ഈ ഒരു Km എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ്സ് ഡിക്രീസസ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സ്മോൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് ഡി വിൽ ബിക്കം x0 പ്ലസ് എക്സ്. ആ ഒരു x0 എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഗ്യാപ്പാണ്. അവിടെ എക്സ് പോയിൻറ്റിങ് ഡയറക്ഷനിൽ പറഞ്ഞതുകൊണ്ടാണ് x0 പ്ലസ് എക്സ് എന്നെടുത്തത്. എക്സ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, ലൈക്ക് -x1, -x2, -x3 സോ ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചാണ് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, x0 വിൽ ബി ഗ്രേറ്റർ ദാൻ x0 പ്ലസ് എക്സ്. അവിടെ x0 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുക എന്നല്ല, ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്നു എന്നല്ല. ആ ഒരു പോയിൻറ്റിങ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് x0 പ്ലസ് എക്സ് എടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 1/2 ടൈംസ് സി വി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി ആണ്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് x0 പ്ലസ് എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് സഫിക്സ് ഇ എന്ന് പറയുന്നത് 1/2 ടൈംസ് സി ഓഫ് എക്സ് വി സ്ക്വയർ ഡിവൈഡ് ബൈ x0 പ്ലസ് എക്സ്. അവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. പാരലൽ പ്ലേറ്റ്സിലെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കപ്പാസിറ്റൻസും ചേഞ്ച് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, റീസ്റ്റോറിംഗ് ഫോഴ്സും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ് സെർട്ടൺ പോയിൻറ്റ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഈ രണ്ട് എലമെൻറ്റും, റീസ്റ്റോറിംഗ് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ചേഞ്ച് ചെയ്യും. അറ്റ് സെർട്ടൺ പോയിൻറ്റ് ഈ FM വിൽ ബി ഈക്വൽ ടു FE. റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആ ഒരു പൊസിഷനെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ FM വിൽ ബി ഈക്വൽ ടു FE. മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ടൈംസ് എക്സ് ആണ്, -Km ടൈംസ് എക്സ്. സോ അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 ടൈംസ് സി ഓഫ് എക്സ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ടൈംസ് x0 പ്ലസ് എക്സ്. അവിടെ ഡി എന്ന് പറയുന്നത് x0 പ്ലസ് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാഫിക്കൽ അനാലിസിസ് കൂടി നോക്കാം. ഈ ഒരു പ്ലോട്ടിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ്സ് ആണ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് എലമെൻറ്റ്സ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫംഗ്ഷനും മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എലമെൻറ്റും പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ദ ഇനിഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അതായത് അറ്റ് റെസ്റ്റ് അപ്ലൈഡ് വോൾട്ടേജ് 0 ആണ്, അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സും 0 ആയിരിക്കും. വെൻ യു അപ്ലൈ വോൾട്ടേജ് there will be electrostatic force and restoring force elements. അവിടെ മോഡുലസ് ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ് എലമെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ലീനിയർ ഗ്രാഫ്. അതായത് Km ടൈംസ് എക്സ് ആണ്, അതുകൊണ്ട് തന്നെ അത് ലീനിയർ ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക.
then the electrostatic force changes as a function of distance. ഈ കാണിച്ചിരിക്കുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചേഞ്ചസ് ആണ്. ഇനി ആ ഒരു പ്ലേറ്റ്സ് വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിൽ ബി വെരി ലാർജ്. ആ ഒരു പ്ലോട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ലീനിയർ മെക്കാനിക്കൽ ഫംഗ്ഷൻ ഇൻ്റർസെക്ട്സ് വിത്ത് ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ അറ്റ് ദീസ് 2 പോയിൻറ്റ്സ്. ദിസ് ഈസ് കോൾഡ് ദ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ്. അതായത് അറ്റ് ദിസ് പോയിൻറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു ദ മെക്കാനിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അത് ഈക്വലായിട്ട് വന്നതുകൊണ്ടാണ് അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തത്. ആ 2 പോയിൻറ്റ്സിൽ ഈ ഒരു പോയിൻ്റാണ് മോർ റിയലൈസബിൾ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയാസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഫാമിലി ഓഫ് കർവ്സ് അവിടെ ചെക്ക് ചെയ്യുക. ബേസ്ഡ് ഓൺ ദാറ്റ് ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻസ്. ഇവിടെ V1, V2, V3 ഡിഫറെൻറ്റ് ഫിക്സഡ് വോൾട്ടേജിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് അവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലും വേരിയേഷൻസ് ഉണ്ട്. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. അറ്റ് എ പർട്ടിക്കുലർ ബയാസ് വോൾട്ടേജ് ദ 2 ഫങ്ഷൻസ് ദാറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ്റർസെപ്റ്റ് അറ്റ് 1 point tangentially. At this point electrostatic force and restoring force balance each other, and the bias voltage that provide this condition is called pull-in voltage or V suffix P. Next, derivation of pull-in voltage നോക്കാം. The tangent of electrostatic force strain, it is called the electrical force constant K suffix E. It is given as modulus of dou by dou D of the electrostatic force, that is equal to CV square divided by D square. At the equilibrium point, Fe will be equal to Fm. Electrostatic force will be exactly equal to the restoring force. At the intersection, the gradients are also same. Gradients എന്ന് പറയുന്നത് ഈ പറഞ്ഞ electrostatic force constant Ke, modulus of Ke will be equal to modulus of mechanical force constant Km. At equilibrium point, F suffix E will be equal to F suffix M. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 1/2 times the capacitance C into V square divided by x0 plus x. അവിടെ ഡിസ്റ്റൻസ് ആണ് x0 plus x ആയിട്ട് എടുത്തിരിക്കുന്നത്, the gap between electrodes. Then restoring force minus K suffix M times x ആണ്. അത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ V square ഇങ്ങനെ കിട്ടും -2 K suffix M multiplied with x into the time x0 plus x ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ C ആണ്. അത് ഇക്വേഷൻ നമ്പർ A ആയിട്ട് എടുക്കുക. ഇനി നമുക്കറിയാം K സഫിക്സ് E ഇലക്ട്രിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഇപ്പോൾ പറഞ്ഞതാണ് CV സ്ക്വയർ ബൈ D സ്ക്വയർ. അതിങ്ങനെ എടുക്കാം CV സ്ക്വയർ ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത് x0 പ്ലസ് x ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ CV സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ x0 പ്ലസ് x ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ എയിൽ നിന്നും V സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കിട്ടും 2K സഫിക്സ് M മൾട്ടിപ്ലൈഡ് വിത്ത് x ദ ഹോൾ ഡിവൈഡ് ബൈ x0 പ്ലസ് x. ഇത് ഇക്വേഷൻ നമ്പർ B ആയിട്ട് എടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ് ദ ഇൻ്റർസെക്ഷൻ ദ ഗ്രേഡിയൻസ് ആർ ഓൾസോ സെയിം. അതായത് മോഡുലസ് ഓഫ് KE വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് KM. അപ്പോൾ ഇക്വേഷൻ നമ്പർ Bയിൽ K സഫിക്സ് Eന് പകരം K സഫിക്സ് M എന്നിടാം. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇതാണ്. x will be equal to minus x0 divided by 3. So at pull-in condition x will be equal to minus x0 divided by 3 ആണ്. Substitute the value of x in equation number A. നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ കറസ്പോണ്ടിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് പുൾ-ഇൻ വോൾട്ടേജ് ആണ്. അപ്പോൾ VP സ്ക്വയർ will be equal to 4x0 square divided by 9C multiplied with K suffix M. At pull-in condition, the capacitance C will be equal to 1.5 times the original capacitance C0. അതായത് ഒറിജിനൽ കപ്പാസിറ്റൻസ് C0 എന്ന് പറയുന്നത് എപ്സിലോൺ A ഡിവൈഡ് ബൈ x0 ആണ്. ഇവിടെ x0 ആണ് ഒറിജിനൽ ഗ്യാപ്പായിട്ട് നമ്മൾ എടുത്തിരുന്നത്. ഇനി നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ്, ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എടുത്തത് x0 പ്ലസ് x ആണ്. അറ്റ് പുൾ-ഇൻ കണ്ടീഷൻ നമുക്കറിയാം x is equal to minus x0 divided by 3. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും is equal to 3/2 times C0.
അതായത് സി ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് സി നോട്ട്. ആ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി സഫിക്സ് പി ഇങ്ങനെ കിട്ടും. 2x0 ഡിവൈഡ് ബൈ 3 ദ സ്ക്വയർ റൂട്ട് ഓഫ് കെ സഫിക്സ് എം ഡിവൈഡ് ബൈ 1.5 ടൈംസ് സി നോട്ട്. ദാറ്റ് ഇസ് എ ഫൈനൽ ഇക്വേഷൻ ഫോർ പുൾ ഇൻ വോൾട്ടേജ് വി സഫിക്സ് പി. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി തന്നെയാണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫങ്ഷണൽ എലമെൻറ്റ്സ് ഒന്നും ഇവിടെ വേണ്ട. ദെൻ ലോ പവർ കൺസംപ്ഷനാണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജസ് കാരണം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ച്വേഷനിൽ പറയാം.